ഇവിടെയൊന്നും കാണാനില്ലല്ലോ. മനു, നീ റയാനെ കണ്ടായിരുന്നോ? അവൻ കുറച്ചു നേരത്തെ പുറത്തോട്ട് പോയല്ലോ. പുറത്തെങ്ങോട്ടാ പോയേ? അതൊന്നും എനിക്കറിയില്ല. പക്ഷെ പോയപ്പോ മാസ്റ്ററിന്റെ കാറും എടുത്തോണ്ടാ പോയെ. കാറും എടുത്തോണ്ട് ഇവനെങ്ങോട്ടാ പോയേ? ഷെടാ, ഇവൻ പോയിട്ട് കുറെ നേരം ആയല്ലോ, ഇതുവരെ തിരിച്ചു വന്നതുമില്ല. വിളിച്ചു നോക്കണോ? എന്തായാലും വിളിച്ചു നോക്കാം. ഹലോ, റയാ, നീ എവിടെയാ? ഞാൻ എവിടെയാണെങ്കിലും നിനക്കെന്താ? ഞാൻ എനിക്ക് ഇഷ്ടമുള്ളിടത്ത് പോകും. നീ എന്തിനാ അതൊക്കെ തിരക്കുന്നത്? ഞാൻ എവിടെ പോയാലും നിനക്കെന്താ? നീ കുടിച്ചിട്ടുണ്ടോ? അതെ, കുടിച്ചിട്ടുണ്ട്. റയാൻ, നീ ഇപ്പൊ എവിടെയാന്ന് പറ. എന്നെ കൊന്നാലും ഞാൻ പറയൂല. റയാൻ, നിന്നോട് പറയാനാ പറഞ്ഞേ. എനിക്കറിയില്ല, ഞാൻ ഏതോ ഒരു പബ്ബിലാ. പബ്ബിലോ? നീ അവിടെ തന്നെ നിക്ക്, എങ്ങോട്ടും പോരുത്. ഞാനിപ്പോ വരാം. റയാൻ, ആഹാ, നീ ഇത്ര പെട്ടെന്ന് വന്നു. എനിക്കറിയായിരുന്നു നീ വരുമെന്ന്. ഇതെന്ത് കോലാ റയാൻ? നീ ഇപ്പൊ എന്തിനാ കുടിച്ചേ? എനിക്ക് കുടിക്കാൻ തോന്നി, ഞാൻ കുടിച്ചു. ഞാൻ ഇനിയും കുടിക്കും. നീ വന്നേ, നമുക്ക് പോവാം. ഓക്കെ, ബാ പോവാം. അതെ, വണ്ടി നിർത്ത്. എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. എന്താ? നീ സത്യത്തിൽ എന്തിനാ ഇങ്ങോട്ട് വന്നേ? അത് ഞാനാ ചോദിക്കണ്ടേ. നീ എന്തിനാ കുടിക്കാനായിട്ട് ഇങ്ങോട്ട് വന്നേ? അത് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവൂല. എന്തുകൊണ്ട് മനസ്സിലാവില്ല? കാരണം പറയത്തില്ല. ഇനി നീ പറ, എന്തിനാ നീ ഇങ്ങോട്ട് വന്നേ? എന്നെ കൊണ്ടുപോവാനാ? ആ, അതെ. വൈ? നീ എന്തിനാ എന്റെ കാര്യത്തിൽ ഇങ്ങനെ കെയർ ചെയ്യുന്നേ? നിനക്ക് വേണ്ടി അല്ലാണ്ട് ഞാൻ ആർക്ക് വേണ്ടിയാ കെയർ ചെയ്യണ്ടേ? നിനക്ക് കെയർ ചെയ്യാൻ വേറെ ഒരുപാട് പേരുണ്ടല്ലോ. ഏതോ സെലിനോ ലോയിസ് വിട്ടോണോ ആരൊക്കെയോ ഉണ്ടല്ലോ. നീ അവളെ കല്യാണം കഴിക്കാൻ പോവാ? നിനക്കവളെ അത്രയ്ക്ക് ഇഷ്ടമാണോ? പറ, നീ എന്തോന്നും മിണ്ടാത്തെ? നിനക്കവളെ അത്രയ്ക്ക് ഇഷ്ടമാണോ? എന്നെക്കാളും ഇഷ്ടമാണോ? പറ, എന്നെക്കാളും ഇഷ്ടം? നിന്നെ സ്നേഹിക്കുന്ന അത്രയും ഞാൻ മറ്റാരെയും സ്നേഹിക്കുന്നില്ല. നീ കഴിഞ്ഞിട്ടേ ഉള്ളൂ എനിക്ക് മറ്റെന്ത്. എനിക്ക് ഉറക്കമായിരുന്നു. നമുക്ക് പോവാം. വാ പോവാം. അതിനു മുന്നേ ഈ ഹെൽമെറ്റ് എടുത്ത് തലയിൽ വെക്ക്.
എന്താണ് ഇവിടെ ഉണ്ടായേ? കുറേ നാള് ഞാൻ അവനെ എന്റെ പിറകെ നടത്തിപ്പിച്ചില്ലേ, അതിന്റെ പ്രതികാരം ചെയ്യുന്നാടാ അവൻ. ഓ അങ്ങനെ. ക്യാരി ഓൺ. ഇവാൻ, ഇത് നിന്റെ ഡയറിയാണോ? ആ അതെ, ഇതെന്റെ ഡയറിയാ. ഇതെങ്ങനെ നിന്റെ കയ്യിൽ വന്നേ? കുറച്ച് ദിവസം മുന്നേ ആ ടേബിളിന്റെ അടിയിൽ കിടന്ന് കിട്ടിയതാ. അന്ന് ഇത് ആരുതാന്ന് അറിയാത്തോണ്ട് ഞാൻ എടുത്ത് വെച്ചിരുന്നതാ. പിന്നീട് ആരോടെങ്കിലും ചോദിച്ചിട്ട് കൊടുക്കാന്ന് വിചാരിച്ചു. ഞാനിതിവിടെ എവിടെയൊക്കെ നോക്കിയെന്നറിയോ? എനിവേസ് താങ്ക് യു. ഇതിൽ നീ എന്തിനാ എന്നെ മാത്രം വരച്ചേക്കുന്നേ? ഇതിൽ ഒരു പേജിൽ നീ വേറെ ഒന്നും വരച്ചിട്ടില്ല. എല്ലാ പേജിലും ഞാൻ മാത്രമേ ഉള്ളൂ. എന്തിന്? നീ ഇപ്പോൾ ഈ ചോദിക്കുന്ന ചോദ്യത്തിന് പോലും ഒരു അർത്ഥമില്ല. കാരണം നിനക്കറിയാം ഞാൻ എന്തിനായിരിക്കും നിന്നെ മാത്രം ഇതിൽ വരച്ചതെന്ന്. നീ പുതിയ ഡയറിയൊക്കെ മേടിച്ചോ? നീ എന്നതിലെ ഡയറി എഴുതി തുടങ്ങി? ഈ ഡയറി എഴുതാനായിട്ട് മേടിച്ചതല്ല, എനിക്ക് വരയ്ക്കാനാ. നീ വരയ്ക്കൂ? അതൊരു പുതിയ അറിവാണല്ലോ. അങ്ങനെ നിനക്കറിയാത്ത പല കഴിവുകളും എനിക്കുണ്ട്. എന്നാ പിന്നെ വേഗം എന്തെങ്കിലുമൊക്കെ വരയ്ക്കും. എന്നിട്ട് എനിക്ക് കാണിച്ചതാ. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇതിൽ വരയ്ക്കാൻ പറ്റില്ല. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടതും ഏറെ പ്രിയപ്പെട്ടതുമായിട്ടുള്ളത് മാത്രമേ ഞാനിതിൽ വരയ്ക്കൂ. ഞാനെന്ന് നിന്നോട് പറഞ്ഞതാ, എനിക്ക് പ്രിയപ്പെട്ടത് എന്താണോ അത് മാത്രമേ ഞാനിതിൽ വരയ്ക്കുള്ളൂ എന്ന്. എൻ്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായിട്ടുള്ളത് അത് നീ മാത്രമായിരുന്നു. പക്ഷെ എനിക്ക് പ്രിയപ്പെട്ടതൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. എനിക്ക് കിട്ടുമെന്നും തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ വരച്ച ചിത്രങ്ങൾക്കൊന്നും യാതൊരു അർത്ഥവുമില്ല. എനിക്കറിയാം ഞാൻ നിന്നെ വരച്ചത് നിനക്ക് ഇഷ്ടപ്പെട്ട് കാണില്ല എന്ന്. ഞാനിതിപ്പോൾ നിന്റെ മുന്നിൽ വെച്ച് എന്നെ കീറിക്കളയാം. ഇവൻ നോ, അത് കീറരുത്. ഇല്ലറിയാം, എനിക്കിത് ചെയ്യണം. അല്ലെങ്കിൽ ഈ വരച്ചവിടെ ഓരോ ദിവസവും കണ്ട് എൻ്റെ മനസ്സ് വല്ലാണ്ട് വേദനിക്കും. എനിക്കതിന് വയ്യ. ഐ ഹാഡ് ബെറ്റർ ഡു ഇറ്റ്. ഓ, നിന്റെ തീരുമാനം അതാണെങ്കിൽ നീ അത് തന്നെ ചെയ്തോ. നിനക്കിപ്പോൾ വരയ്ക്കാൻ വേറെ ആളുണ്ടല്ലോ. എന്താ? നിന്റെ അമ്മ നിന്റെ കല്യാണമൊക്കെ ഉറപ്പിച്ചതല്ലേ വേറൊരു പെൺകുട്ടിയായിട്ട്? സോ യു ഷുഡ് ഡ്രോ ഹർ, നിന്റെ ഭാവി വധുവിനെ. ശരിയാ, ഞാനിനി അവളെ വരയ്ക്കേണ്ടേ, അല്ലാതെ നിന്നെ അല്ല. ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന അവളെയല്ലേ. അത് റയാനും ഇവാനും അല്ലേ? എക്സ്പ്രഷനൊക്കെ കണ്ടിട്ട് രണ്ടുപേരും വഴക്കിടുന്ന പോലെ ഉണ്ടല്ലോ. നിന്റെ കൂടെ സമ്മതം ഉണ്ടായിട്ടാണോ നിന്റെ അമ്മ ഈ കല്യാണം ഉറപ്പിച്ചേ? അതെ, എന്റെ കൂടെ സമ്മതം ഉണ്ടായിട്ടാ ഈ കല്യാണം ഉറപ്പിച്ചേ. എന്തായാലും അവൾക്ക് എന്നെ ഒരുപാട് ഇഷ്ടം, എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. ഞാൻ ആഗ്രഹിച്ചതോ ഞാൻ ഇഷ്ടപ്പെട്ടതോ എനിക്ക് കിട്ടിയില്ല. പക്ഷെ എന്നെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളെ എനിക്ക് കിട്ടി. ഇനി അവൾ എനിക്ക് തന്ന സ്നേഹം മുഴുവൻ ഞാൻ അവൾക്ക് തിരിച്ചു കൊടുക്കാൻ പോവാ. വേണ്ട, നീ ഇപ്പൊ അങ്ങോട്ട് പോണ്ട. ജസ്റ്റ് ഗീവ് ദം സ്പേസ്. ഇത് അവരുടെ പ്രശ്നം, അവര് തന്നെ സോർട്ട് ഔട്ട് ചെയ്യട്ടെ. പക്ഷെ ആരു, നീ ഇവാനെ നോക്ക്. അവൻ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും അവന്റെ മനസ്സ് പെടഞ്ഞോണ്ടിരിക്കുക. അവൻ മനസ്സിൽ പോലും ചിന്തിച്ച കാര്യമല്ല അവനിപ്പോ റയാനോട് പറയുന്നത്. എനിക്കറിയാം, കുറച്ച് ദിവസത്തെ പരിചയമുള്ളെങ്കിലും ഞാൻ ഇവാനെ ഒരുപാട് മനസ്സിലാക്കിയിട്ടുണ്ട്. അവൻ ഒരിക്കലും റയാനെ മറന്ന് മറ്റൊരാളെ കല്യാണം കഴിക്കില്ല എന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. പക്ഷെ ഇതിപ്പോ അവരുടെ പ്രശ്നം, നമ്മൾ ഇടപെടുന്നത് ശരിയല്ല. നീ വാ, നമുക്ക് പോവാം. ഇത് അവരെ എന്നെ പറഞ്ഞ് സോൾവ് ആയിക്കോളും. ആരു, അത് നിനക്ക് എന്നെ വിശ്വാസമില്ലേ? വാ. എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങിയ ഉടനെ എൻ്റെ കല്യാണം കാണും. ഞാൻ വിളിക്കും, വരണം. അപ്പൊ ശരി, പ്രാക്ടീസിന് കാണാം. വായി, എന്തിനാ എന്റെ ഫീലിങ്സ് വെച്ച് കളിക്കുന്നേ? നീ തന്നെ പറയും നിനക്ക് എന്നോട് ഇഷ്ടമില്ലാന്ന്. അങ്ങനെയുള്ള നീ എന്തിനാ ഇപ്പൊ എന്നെ കിസ് ചെയ്തേ? നിനക്ക് എന്നോട് ഇഷ്ടമില്ല. പക്ഷെ ഞാൻ വേറൊരാളെ സ്നേഹിച്ച, മറ്റൊരാളോട് സംസാരിച്ച, അതൊന്നും നിനക്ക് ഇഷ്ടമല്ല. ഇതിന്റെ അർത്ഥം എന്താ? ഇവൻ, എടാ ഞാൻ എന്താ ഒന്നും പറയാനില്ലേ? അതോ നിന്റെ കളിപ്പാവയാണോ ഞാൻ? ഇവൻ അങ്ങനെയൊന്നും പറയരുത് പ്ലീസ്.
എനിക്കറിയില്ല. പിന്നെ പിന്നെ ഞാൻ എന്താ പറയണ്ടേ? എത്ര വർഷമായിട്ടാ ഞാൻ നിന്റെ പിറകെ നടക്കാൻ തുടങ്ങിയിട്ട്. ഒരു തവണയെങ്കിലും നീ എന്നെ മനസ്സിലാക്കാൻ ശ്രമിച്ചു. ഞാൻ എന്ത് തെറ്റാടാ നിന്നോട് ചെയ്തത്? എത്രത്തോളം നിന്നെ മറക്കാൻ ശ്രമിച്ചാലും എനിക്കതിന് പറ്റുന്നില്ല. പിന്നെ ഈ കല്യാണം എന്റെ സമ്മതത്തോടെയാണ് ഞാൻ പറഞ്ഞത്. അതെല്ലാം ഞാൻ നുണ പറഞ്ഞതാ. എനിക്ക് എങ്ങനെയാടാ വേറൊരാളെ കല്യാണം കഴിക്കാൻ പറ്റുന്നത്? നിന്റെ മനസ്സിൽ എവിടെയൊക്കെ ഞാൻ ഉണ്ടറിയാൻ. അല്ലെങ്കിൽ നീ എന്നെ ഇപ്പൊ കിസ് ചെയ്യില്ല. നിന്റെ ഫീലിങ്സ് തുറന്നു പറയാൻ നീ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നേ? നീ ആരെയാ ഇങ്ങനെ പേടിക്കുന്നേ? പ്ലീസ് റയാൻ, എനിക്ക് തുറന്നു പറഞ്ഞൂടെ? ഇല്ല, നീ കരുതുന്ന പോലെ എനിക്ക് നിന്നോടൊന്നും ഇല്ല. കള്ളം പറയരുത് റയാൻ. എനിക്കറിയാം നിനക്ക് എന്നെ ഇഷ്ടമാണ്. നീ അതെന്താ തുറന്നു പറയാത്തത്? ഇവൻ മാറി നിക്ക്. എനിക്ക് പോണം. ശരി, എങ്ങോട്ടാന്ന് വെച്ചാ പോയിക്കോ. പിന്നെ ആ കല്യാണം അത് ഞാൻ നടത്താൻ പോവാ. നിന്നോടുള്ള വാശിയാന്ന് എന്നെ കൂട്ടിക്കോ. എനിക്ക് എന്തായാലും ഉറപ്പാ നിനക്ക് എന്നെ ഇഷ്ടമാണ്. ഞാൻ വേറൊരാളെ കല്യാണം കഴിക്കുന്നത് നിന്റെ കണ്ണുകൊണ്ട് നീ കാണണം. അപ്പോൾ നിനക്ക് മനസ്സിലാവും പ്രണയിച്ച ആളെ നഷ്ടപ്പെടുന്ന വേദന. എന്റെ സെക്ഷുവാലിറ്റി എന്താണെങ്കിലും ഞാൻ അവളെ പൊന്നുപോലെ നോക്കും. നീ നോക്കിക്കോ. അതിനിറയാൻ മരിക്കണം. എന്റെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ നീ വേറെ ഒരുത്തിയും കിട്ടില്ല. എനിക്ക് കല്യാണം കഴിക്കാൻ നിന്റെ അനുവാദം വേണ്ട. എന്നാ നീ അങ്ങനെ ചെയ്യുന്ന എനിക്കൊന്ന് കാണണം. It's a matter of time before I hunt you down, grab your chin and kiss your lips. You bring me back, I lay you down and grab your hips, and we lose all control. And before you know it, I put a spell on you. Now you're mine. I've got a hold on you, at least for the night. You know I can't help myself when you ask tenderly if I dim the lights as your hand brushes me, and the floor swallows you close, and your silhouette puts on a show. You put a spell on me, I'm losing my mind. You better stop these games. It's a matter of time before I hunt you down, grab your chin and kiss your lips. Then you bring me back, I lay you down and grab your hips, and we lose all control. എന്താ? ഒന്നുമില്ല. നിനക്ക് ഒരുപാട് കാര്യങ്ങൾ എന്നോട് ചോദിക്കാനുണ്ട് അല്ലേ? ഒരുപാടുണ്ട്. നീ ചോദിക്ക്, ഞാൻ പറയാം. ഡു യു ലവ് മീ? ഓഫ് കോഴ്സ് ഐ ലവ് യു. പിന്നെന്തിനാ ഇത്രയും നാൾ ഇഷ്ടമില്ല എന്ന് അഭിനയിക്കുമായിരുന്നു? ഇത്രയും നാൾ നിന്നെ ഇഷ്ടമില്ലാത്ത പോലെ ഞാൻ അഭിനയിക്കുമായിരുന്നു. എന്തിനാ അങ്ങനെ അഭിനയിച്ചേ? നമ്മൾ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്ന സമയത്ത് പോലും ഞാൻ നിന്നോട് പറയാത്തൊരു കാര്യമുണ്ട്. നിന്നോടൊന്നല്ല, ആരോടും. I was a victim of abuse and I still carry the trauma. എനിക്ക് 4 വയസ്സുള്ളപ്പോൾ മുതൽ ഞാൻ എൻ്റെ ആൻറ്റിയുടെ അങ്കിളിൻ്റെ വീട്ടിലായിരുന്നു താമസം. ആൻറ്റി എനിക്ക് എന്നും ഒരു അമ്മയെ പോലായിരുന്നു. പക്ഷേ അങ്കിൾ അങ്ങനെ ആയിരുന്നില്ല. ഹി ട്രൈ ടു അബ്യൂസ് മീ എവറി ടൈം. അയാളുടെ ആ സ്വഭാവം എന്നെ മെൻ്റലി ഒരുപാട് ബാധിച്ചു. ചെയ്യാത്ത കുറ്റങ്ങൾക്ക് പോലും അയാൾ എന്നെ ഉപദ്രവിക്കാൻ തുടങ്ങി. ഉപദ്രവം എന്ന് വെച്ചാൽ ചെറിയ രീതിയിലൊന്നുമല്ല. ഓരോ സമയവും ഞാൻ അവശനായിട്ട് വീഴുന്നത് വരെ എന്നെ തള്ളിക്കൊണ്ടിരിക്കും. എന്നാൽ ആൻറ്റി ഇതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. ആൻറ്റി ഇല്ലാത്ത സമയം അയാൾ എന്നെ ഉപദ്രവിക്കാറ്. ആൻറ്റി തിരിച്ചു വരുമ്പോൾ എൻ്റെ മുറിവ് കാണും, കാര്യം ചോദിക്കും. അപ്പോൾ അയാൾ തന്നെ എന്തെങ്കിലും കള്ളം പറയും. ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ പുറത്തു പോയി തല്ലുകൂടി. അങ്ങനെയൊക്കെ ഓരോ ദിവസം ഓരോ കള്ളം. അങ്ങനെ കുറേ വർഷങ്ങൾ കടന്നു പോകുന്തോറും അയാളുടെ ഉപദ്രവവും കൂടാൻ തുടങ്ങി. പിന്നീട് അയാളുടെ ഓരോ സംസാരവും ഓരോ ടച്ചും എന്നെ വല്ലാണ്ട് അസ്വസ്ഥനാക്കി. ഓരോ സമയത്തും പച്ചയ്ക്ക് അയാൾ എന്നോട് ഓരോന്ന് പറയും. അതൊക്കെ കേൾക്കുമ്പോൾ അറപ്പ് തോന്നും. അങ്ങനെ ഒരു ദിവസം ആൻറ്റി വീട്ടിലില്ലാത്ത തക്ക നോക്കി അയാൾ വല്ലാണ്ട് കുടിച്ചിട്ട് വന്നിട്ട് അയാൾ എന്നെ അന്ന് കയ്യിൽ കിട്ടി എന്തോ എടുത്ത് അയാളുടെ തലക്കടിച്ചിട്ട് ഞാൻ ഓടി രക്ഷപ്പെടുമായിരുന്നു. എങ്ങോട്ടാന്ന് പോലും അറിയാണ്ട് ഓടി. പിന്നീട് ഞാൻ ആ വീട്ടിലോട്ട് പോയിട്ടേ ഇല്ല. അയാളിപ്പോൾ എവിടെ ഉണ്ട്? ആര്? നിന്റെ അങ്കിള്. കുറച്ച് ദിവസം മുന്നേ
അയാളൊരു ആക്സിഡൻറ്റിൽ മരിച്ച കാര്യം ഞാൻ അറിഞ്ഞ്. അത് കേട്ടപ്പോൾ സന്തോഷിക്കണോ സമാധാനിക്കണോ ഒന്നും എനിക്കറിയുന്നുണ്ടായിരുന്നില്ല. പിന്നെ നമ്മുടെ കാര്യം നീ ചോദിച്ചില്ലേ നിന്നോട് എന്താ ഇഷ്ടമെന്ന് പറയാത്തേന്ന്. ഐ എം സ്റ്റിൽ റിക്കവറിങ് ഫ്രം ദ ട്രോമ. ഒരുപാട് ശ്രമിച്ചു, പക്ഷേ പറ്റുന്നുണ്ടായിരുന്നില്ല. പലരും ഞാനൊരു ഹോമോഫോബിക്കാന്ന് വിചാരിച്ചിട്ടുണ്ട്. എന്നാൽ ഞാനങ്ങനെ അല്ല. ആരെങ്കിലും ഒരാൾ എന്നെ ഒന്ന് ടച്ച് ചെയ്യുമ്പോൾ എനിക്ക് വല്ലാത്ത പേടിയായിരുന്നു. എല്ലാവരിലും ഞാൻ അയാളുടെ ഫേസാണ് കണ്ടത്. എൻ്റെ ലൈഫിൽ എനിക്ക് ആകെയുള്ളൊരു ബെസ്റ്റ് ഫ്രണ്ട് നീയായിരുന്നു. എന്താണെന്നറിയില്ല, നിന്നെ കണ്ടപ്പോൾ തൊട്ടേ ഞാൻ നീയായിട്ട് കംഫർട്ടബിൾ ആയിരുന്നു. മറ്റാരിലും എനിക്ക് ഇത്രയും കംഫർട്ടബിൾ തോന്നിയിട്ടേ ഇല്ല. സത്യം പറഞ്ഞാൽ ഞാൻ നിന്നെ ഒരു ബെസ്റ്റ് ഫ്രണ്ടായിട്ട് തന്നെയാണ് കണ്ടത്. അല്ലാതെ എനിക്ക് നിന്നോട് ലവ് ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ അന്ന് നമ്മൾ രണ്ടുപേരും പിരിഞ്ഞതിന് ശേഷം പിന്നെ കുറേ വർഷം നിന്നെ കാണാതായപ്പോൾ ഞാൻ നിന്നെ വല്ലാണ്ട് മിസ് ചെയ്തു. അത് പ്രണയമാണോ മറ്റെന്തെങ്കിലും ആണോ എന്നൊന്നും എനിക്കറിയില്ല. ഞാൻ നിന്നെ ഓരോ ദിവസം കാണാനായിട്ട് കൊതിച്ചു. പിന്നീട് നീയാണ് എന്നെ ഇട്ടിട്ട് പോയെന്ന് ഞാൻ എൻ്റെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചു. അങ്ങനെ എനിക്ക് നിന്നോട് ദേഷ്യമായിട്ട് മാറി. അത് ഇവിടെ വെച്ച് നിന്നെ കണ്ടപ്പോൾ റൂഡായിട്ട് പെരുമാറിയത്. എനിക്കറിയില്ലായിരുന്നു നീ ഇത്രയ്ക്ക് മനസ്സിൽ വേദന കൊണ്ട് നടക്കുന്ന കാര്യം. എന്നെ സ്നേഹിക്കാൻ വേണ്ടി ഞാൻ നിന്നെ വല്ലാണ്ട് ഫോഴ്സ് ചെയ്തല്ലേ. ഐ എം റിയലി സോറി. ആരാ നിന്നോട് ഈ മണ്ടത്തരം പറഞ്ഞ്? എനിക്ക് നിന്നോടുള്ള സ്നേഹം അതാരും ഫോഴ്സ് ചെയ്തിട്ട് വന്നതല്ല. അതെനിക്ക് സ്വയം വന്ന ഒന്ന. ആ ട്രോമയിൽ നിന്ന് പുറത്തേക്ക് കടക്കാനായിട്ട് അറിഞ്ഞോ അറിയാതെയോ എന്നെ സഹായിച്ചത് നീ മാത്രം. ഇതിപ്പോ എന്നെക്കാളും കൂടുതൽ കരയുന്ന നീയാണല്ലോ. പോടാ. You said light my cigarette, so I lied to my mom and dad. I jumped the fence and I ran, but we couldn't go very far, 'cause you locked your keys in your car. So you sat and stared at my lips, and I could already feel your kiss. All nights and daydreams, sugar and smoke rings. I've been a fool for strawberries and cigarettes. Always taste like you. Headlights on me, racing through 16. I've been a fool for strawberries and cigarettes. Always taste like. Can I? ഇല്ല, വെയിറ്റ്. എന്താ നീ കംഫർട്ടബിൾ അല്ലേ? അതല്ല, ഐ വോണ്ട് ടു ബി ടോപ്പ്. എന്തിനാ ചിരിക്കുന്നേ? വെയിറ്റ്, ഞാനൊരു ബോട്ടമാണെന്ന് നീ വിചാരിച്ചെന്ന് മാത്രം പറയരുത്. എക്സാക്ട്ലി ഞാൻ അതാ വിചാരിച്ചേ. ഓഹോ, എന്നാലേ ഫോർ യുവർ കൈൻഡ് ഇൻഫർമേഷൻ ഞാൻ ടോപ്പാ. മീറ്റ്. നീയും? അതെ. എന്നാ ഇപ്രാവശ്യം ഞാൻ ടോപ്പ്. പറ്റില്ല മോനെ, നടക്കില്ല. റയാൻ, നോ രക്ഷ. ശരി, ഇപ്രാവശ്യം നീ ആയിക്കോ. ബട്ട് അടുത്ത പ്രാവശ്യം ഉറപ്പായിട്ട് ഞാനായിരിക്കും. നോക്കാം. Fence and I ran, but we couldn't go very far, 'cause you locked your keys in your car. So you sat and stared at my lips, and I could already feel your kiss. All nights and daydreams, sugar and smoke rings. I've been a fool for strawberries and cigarettes. Always taste like you. Headlights on me, racing through 16. I've been a fool for strawberries and cigarettes. Always taste like blue eyes, black jeans, lighters and candy. I've been a fool for strawberries and cigarettes. Always taste like you. Remember when you taught me fate? Said it'd all be worth the wait. Like that night in the back of the cab, when your fingers walked in my hand. Next day, nothing on my phone, but I can still smell you on my clothes. I was hoping that things had changed, but we went right back to your games. ഇവിടെ ഇപ്പൊ ലവേഴ്സിനെ തട്ടി നടക്കാൻ വയ്യാത്ത അവസ്ഥയാണല്ലോ. അവർക്കും ഉണ്ടാവില്ലേ ആഗ്രഹങ്ങൾ? എന്താഗ്രഹം? അത് പിന്നെ എന്റെ വേലക്കാരി ജാനു, പോയി നിന്റെ പെണ്ണുമ്പിള്ള പിടിയടാ.
ഇവ മനുഷ്യന്റെ കൺട്രോൾ കളയും. റയാൻ, നീ എന്റെ അമ്മയെ വിളിച്ചിരുന്നോ? അതെ, വിളിച്ചിരുന്നു. എടാ, എന്നിട്ട് നീ എന്താ പറഞ്ഞേ? വേറെന്ത് പറയാൻ? ഒരു ബോയ് ഫ്രണ്ട് എന്ന നിലയ്ക്ക് എന്താണോ പറയേണ്ടത് അത് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇനി നിങ്ങളുടെ മകന് വരെ കല്യാണം ആലോചിക്കണ്ട. അവൻ ഓൾറെഡി ഒരു ചെറുക്കനുണ്ട്. ചെറുക്കന്റെ പേര് റയാൻ എന്നാണ്. ഭാവിയിൽ ഞങ്ങൾ കല്യാണം കഴിക്കാൻ പോവുകയാണ്. ഇത്രയൊക്കെ പറഞ്ഞോളൂ. അയ്യോ ക്രേസി, നീ സീരിയസ് ആയിട്ട് പറയുന്നതാണോ? എന്താ, കേട്ടിട്ട് തമാശ പോലെ തോന്നിയോ? എടാ, അമ്മ എന്നെ ഇപ്പൊ വിളിച്ചിരുന്നു. ആഹാ, എന്നിട്ട് എന്താ പറഞ്ഞേ? എന്തു പറയാൻ, ആസ് യൂഷ്വൽ ടിപ്പിക്കൽ മോം. ഇനി മുതൽ നീ എന്റെ മകനല്ല, ഈ വീടിന്റെ പടി ചവിട്ടരുത്, ഇനി എന്റെ കൺമുന്നിൽ പോലും വരരുത്, എക്സെട്ര എക്സെട്ര. വളരെ മികച്ച തീരുമാനം. നീ പേടിക്കണ്ടടാ. നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട് സ്വന്തമായിട്ടൊരു അപ്പാർട്ട്മെന്റ് എടുക്കണം. എന്നിട്ട് നമുക്ക് രണ്ടുപേർക്ക് സുഖമായിട്ട് അവിടെ ജീവിക്കണം. ആണോ? അതെ. അപ്പൊ ഈ അപ്പാർട്ട്മെന്റ് എടുക്കാനുള്ള കാശ് എവിടെ നിന്ന് കിട്ടും? അതൊന്നും ഓർത്ത് നീ ടെൻഷൻ അടിക്കണ്ട, അതൊക്കെ നമുക്ക് സെറ്റ് ആക്കാന്നേ. ഓക്കെ. പിന്നെ ഞാനെന്ന് പറഞ്ഞ കാര്യം നീ മറക്കണ്ട. എന്ത് കാര്യം? ഓഹോ, അത്ര പെട്ടെന്ന് മറന്നുപോയോ? ഐ വാണ്ട് ടു ബി ടോപ്പ് ടുഡേ നൈറ്റ്. അതൊന്നും പറ്റില്ല. ആഹാ, എന്തുകൊണ്ട് പറ്റില്ല? എടാ, നമ്മുടെ പെർഫോമൻസിന് ഇനി 1-2 ദിവസമേ ഉള്ളൂ. അതിനിടയ്ക്ക് ഇത് ചെയ്താൽ ശരിയാവില്ല. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. എനിക്കിന്ന് ടോപ്പ് ആവണമെന്ന് പറഞ്ഞാൽ ടോപ്പ് ആയേ പറ്റൂ. ഇവാൻ, അപ്പൊ ഇന്ന് രാത്രി മര്യാദയ്ക്ക് എന്റെ റൂമിലേക്ക് വന്നോ, ഇല്ലേ ഞാൻ ഇങ്ങോട്ട് വരും. അപ്പൊ ഇന്ന് രാത്രി എന്റെ റൂമിൽ കാണാം. ബൈ. ലൂക്ക, നീ എന്താ ഈ സമയത്ത് ഇവിടെ? എനിക്കെന്റെ ചെറുക്കനെ കാണാൻ തോന്നി, വന്നു. എന്താ, വല്ല കുഴപ്പമുണ്ടോ? ലൂക്ക, ആരെയും കാണും. ആരും കാണില്ല. ഇവ നിന്നെ റൂമിൽ കണ്ടില്ലേ, തിരക്കില്ലേ? ഏയ്, അതെന്തായാലും നടക്കില്ല. കുറച്ച് കഴിയുമ്പോ റയാൻ ഇവാന്റെ റൂമിൽ വരുമെന്നാ പറഞ്ഞേ. അപ്പൊ അവരൊരുമിച്ചായിരിക്കും കിടക്കുന്നേ. അതുകൊണ്ട് അവൻ ഇപ്പോഴേ എന്നെ ഗെറ്റ് ഔട്ട് അടിച്ചു. സോ ഞാൻ വിചാരിച്ചു ഇന്ന് ഞാൻ എന്റെ ചെറുക്കന്റെ കൂടെ കിടക്കാന്ന്. എടാ വീട്, മനു ഇപ്പൊ വരും. നീ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നേ? മനുവും വരാൻ പോകുന്നില്ല. അവനോട് ഞാൻ മുന്നേ പറഞ്ഞു എനിക്കിന്ന് നിന്റെ കൂടെ കിടക്കണം, അതുകൊണ്ടൊന്ന് ചെറുതായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ. ഓ, அப்ப நீங்க எல்லாரும் பிளான் பண்ணி செய்யறீங்களா? அப்ப நான் என்ன முட்டாளா? അതെ, എന്റെ മാത്രം മുട്ടാൾ. ഏത് സെഞ്ചാലും പ്ലാൻ പണി ചെയ്യണമെന്നല്ലേ? നീ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ, ഇവിടെ ഇരിക്കേ. ഇനി ഞാൻ കൈ ഇങ്ങോട്ട് നീട്ടിക്കേ. ലൂക്ക, ഇതെന്റെ മമ്മി എനിക്ക് എന്ന റിങ്ങ, എനിക്ക് അത്രയും വിലപ്പെട്ടത്. ഇനി ഇത് നിന്റെ കയ്യിലാണ് കിടക്കേണ്ടത്. കാരണം ഇനി മുതൽ നീയാ എനിക്ക് ഏറ്റവും വിലപ്പെട്ടത്. I love you. I love you so much. ഫൈനലി എത്ര നേരമായിന്നറിയോ വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഇനിയും നീ വന്നില്ലായിരുന്നെങ്കിൽ അങ്ങോട്ട് വന്ന് തൂക്കി എടുത്തോണ്ട് വരാൻ വേണ്ടി ഇരിക്കുമായിരുന്നു. അതെ, ഇന്ന് വേണോ? നമുക്ക് രണ്ടുപേർക്ക് കെട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങിയാ പോരെ? പോരാ, അന്ന് ഞാൻ നിന്നോട് മര്യാദയ്ക്ക് പറഞ്ഞതാ ഞാൻ ടോപ്പാവാന്ന്. അപ്പൊ സമ്മതിക്കില്ല. അതുകൊണ്ട് ഇന്ന് മോനെല്ലാം അനുഭവിക്കാൻ തയ്യാറായിട്ടിരുന്നു. ടുഡേ ഈസ് മൈ ഡേ. അതല്ല ഞാൻ പറഞ്ഞു വന്നത്, നീ ഇനി ഒന്നും പറയാണ്ട് ഇങ്ങോട്ടോ. Kadina, ta, tina, kadina, ta, kadina, ta, tina, kadina, ta, kadina, ta, tina, kadina, ta.
നിനക്കെന്താ വയ്യേ? നിന്റെ കാലിന് വല്ല കോച്ച് പിടുത്തുണ്ടോ? എന്റെ പൊന്നരുവി, നീ എന്തായി കാണിക്കുന്നേ? നീ ഇവിടെ ഇരിക്കാണോ? വാ, പ്രാക്ടീസ് ചെയ്യാം. ഇന്നലെ കുറച്ച് കൂടിപ്പോയോന്നൊരു ഡൗട്ട്. ദേവരൊറ്റ ചവിട്ട് തന്നാലുണ്ടല്ലോ, എനിക്കൊന്നും മര്യാദയ്ക്ക് മൂടൂത്തി ഇരിക്കാൻ പോലും പറ്റുന്നില്ല. കൂടുതൽ ചിരിക്കല്ലേ, ഇവിടുത്തെ പെർഫോമൻസ് ഒക്കെ ഒന്ന് കഴിയട്ടെ, എന്നിട്ട് വേണം എനിക്കിതിന്റെ ഇരട്ടിയായിട്ട് പ്രതികാരം ചെയ്യാൻ. അതെ, പ്രണയിതാക്കൾ പ്രണയിച്ചു കഴിഞ്ഞെങ്കിൽ ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ വരൂ. ഇനി ആകെ 2 ദിവസം കൂടെ ഉള്ളൂ, ഓർമ്മയുണ്ടോ? അയ്യോ, ഇനി ഒരു അടി പോലും എനിക്ക് കളിക്കാൻ പറ്റില്ല. ചത്ത് പ്രാക്ടീസ് ചെയ്ത് എന്റെ നടുവിന്റെ നട്ടും ബോട്ടും വരെ പോയി. ഇനി എന്നെ ഒന്നിനും കൊള്ളില്ല. എന്നാ നീ വല്ല വർക്ക്ഷോപ്പിലും പോയിക്കടാ. തുടങ്ങി അവന്റെ ആസ്ഥാനത്ത് വരെയുള്ള ചളിയടി. ഇനി 2 ദിവസം കൂടെ സഹിച്ചാൽ മതിയല്ലോ, അതാണ് ആകെ ആശ്വാസം. ഗൈസ്, എല്ലാരും റെഡിയല്ലേ? എന്നാ പോയി തകർത്തിട്ട് വാ. ഓൾ ദി ബെസ്റ്റ്. எதிலும் உனது முகம் வந்து எனது கவனம் தடுமாறும், அதிலும் கூட சுகமாக ஒரு மீதி காண்கிறேன். எதிரில் வந்து நின்றாலே எனது நிலைமை என்னாகும், விலகி நீயும் நடந்தாலே நான் உடைந்து போகிறேன். நீயே எனதுயிர் சட்டம், நீயே எதிர்வரும் திட்டம், நீயே நானாகிறேன். பாதை வழியில் ஒரு வேதை, இவன் நடைகிற போதை என்னை நீக்கவா. குங்குமம் ஏன் சூடினாய், கோலமுத்தத்தில் களையத்தான் கூரைப்பட்டி ஏன் உடுத்தினாய், கூடல் பொழுதில் கசங்கத்தான் மங்கை கூந்தல் மலர்கள் எதற்கு கட்டில் மேலே நசுங்கத்தான், தீபங்கள் அடிப்பதே புதிய பொருள் நாம் தேடத்தான். நெஞ்சினிலே ஊஞ்சலே ஆனந்தம் என் கண்ணனே, சிவந்தது என் மஞ்சளே, கையட கருவே என் உள்ளே. நெஞ்சினிலே ஊஞ்சலே ஆனந்தம் என் கண்ணனே, நெஞ்சினிலே. நெஞ்சினிலே ஊஞ்சலே. Okay, sini kulit sana, joget, 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 joget. Shake it, shake it, shake it, shake it. Move it, move it, move it, move it. ചിന്താടി കപ്പക്കിഴങ്ങേ, എന്നാടി കാരക്കുഴമ്പേ, ആറ്റാടി അച്ചുമുറിപ്പേ, തക്കാളി ചക്കച്ചവപ്പേ, പപ്പാളി സക്ക ഇനിപ്പേ, സോപ്പാളി മച്ചക്കൊഴുപ്പേ. ഐത്തലക്ക, 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 ഐ. செய்வதெல்லாம் செய்வதெல்லாம் செப்புடனே செய். ചിന്താടി കപ്പക്കിഴങ്ങേ, എന്നാടി കാരക്കുഴമ്പേ, ആറ്റാടി അച്ചുമുറിപ്പേ, തക്കാളി ചക്കച്ചവപ്പേ, പപ്പാളി സക്ക ഇനിപ്പേ, സോപ്പാളി മച്ചക്കൊഴുപ്പേ. அடிச்சடிக்கடியே சத்தம், பஞ்ச கொடுக்கடியே முத்தம், இது
വാളയാറിൻ ദൂരം എന്റെ മിന്ന നല്ല മഞ്ചൾ പോട്ട് മിന്ന നിന്റെ കാതൽ മുറ്റും പൊന്ന് അത് കാണാ വേണം കണ്ണ് എന്നടിയെ ഒന്നെ പോലെ ആട്ടം ആടും മണ്ണ് എന്നടിയെ ഒന്നെ പോലെ ആട്ടം ആടും മണ്ണ് സലമ ഐലസ സലമ ഐലസ വസ്സലമ ഐലസ സലമ ഐലസ പറ പറ തെടിയേ വട്ടം വര വര കെടിയേ വട്ടം ഇത് അമ്മൻ കോയിൽ തേര് നമ്മ ആസ പാത്തതാറ് എന്റെ വട്ടാമ്പൂച്ചി പാറ് തപ്പ് കൊട്ടാം പാടാം ചോറ് ഇത് മാട്ട് പൊങ്കൽ മാസം നല്ല മല്ലിപ്പൂവിൻ വാസം എന്നടിയെ ഒന്ന പോലെ ആട്ടം ആടും മണ്ണ് എന്നടിയെ ഒന്ന പോലെ ആട്ടം ആടും മണ്ണ് സലമാലസ നമ്മളെങ്ങോട്ടാ പോകുന്നേ? അതൊക്കെ ഉണ്ട്. എടാ ഒന്നും പറയേ, ഇതിപ്പോ എത്ര നേരമായി? ഇല്ല പറയില്ല, നീ അവിടെ എത്തുമ്പോ കണ്ടാ മതി. അറ്റ്ലീസ്റ്റ് ഒരു ക്ലൂ എങ്കിലും എന്താ? ഒരു ക്ലൂ ഇല്ല, നേരിട്ട് കാണുമ്പോ കണ്ടാ മതി. ഓക്കെ, സ്ഥലം എത്തി, ഇറങ്ങിക്കോ. ഹേ വെയിറ്റ്, ആദ്യം കണ്ണടയ്ക്ക്. കണ്ണൊക്കെ എന്തിനാ അടയ്ക്കുന്നേ? അടയ്ക്ക്, ഞാൻ പറയുമ്പോ തുറന്നാ മതി. ഇവന്റെ കാര്യം, അടയ്ക്ക്. ഇനി ഞാൻ പറഞ്ഞിട്ടേ കണ്ണു തുറക്കാവൂ. ഓക്കെ, നൗ ഓപ്പൺ യുവർ ഐസ്. വാവ്, ഇതാരുടെ വീടാ? ഇതാണ് ഇനി മുതൽ നമ്മുടെ വീട്. നമ്മുടെയോ? അതേലോ. എടാ, ഇത് നിനക്ക് എവിടുന്ന ക്യാഷ്? അതൊന്നും നീ ചിന്തിക്കണ്ട, അതെല്ലാം ഞാൻ സെറ്റാക്കി. എടാ എന്നാലും അത് വിട്. എങ്ങനെയുണ്ട് വീട്? ഇഷ്ടായോ? ഇഷ്ടായി, ഒരുപാട് ഇഷ്ടായി. ഇഷ്ടായോ? ആ, ശരിക്കും ഇഷ്ടായോ? ചുമ്മാ ഇരിക്കറയാൻ ആണോ? ഞങ്ങൾക്ക് അങ്ങോട്ട് വരാവോ? ഞാനൊന്നും കണ്ടില്ല, ഞാൻ കുറച്ച്, ഞങ്ങളും കുറച്ച്. അല്ല, നിങ്ങളിതെങ്ങനെ? അപ്പൊ നിങ്ങൾക്ക് നേരത്തെ ഇതറിയായിരുന്നോ? അങ്ങനെ ഒരുപാട് മുന്നേ ഒന്നും അറിയില്ല. ഇവനിന്ന് രാവിലെ ഇത് ഞങ്ങളോട് പറയുന്നത്. എന്നിട്ട് ഇവിടുത്തെ ലൊക്കേഷൻ അയച്ചിട്ട് ഇങ്ങോട്ട് പോന്നേക്കാൻ പറഞ്ഞു. അപ്പൊ എങ്ങനെ? എല്ലാവരും എത്തിയ സ്ഥിതിക്ക് സസ്പെൻസ് പൊട്ടിക്കല്ലേ? പിന്നല്ലാണ്ട്. ഇനിയോ? ഇതിൽ കൂടുതൽ എന്ത് സസ്പെൻസ്? ഇനി സസ്പെൻസോ? അതേതാ ഞാൻ അറിയാത്തൊരു സസ്പെൻസ്? ഗൈസ്, we are selected to the US Dance Global Fest. What? Are you serious? റയാൻ, ഇത് സത്യമാണോ? അതെ, ഇറ്റ്സ് ഒഫീഷ്യലി കൺഫേംഡ്. ഓ മൈ ഗോഡ്. ലൂക്ക, ഇത്രയും വലിയൊരു കാര്യം നീ എന്താണ് എന്നോട് മുന്നേ പറയാത്തെ? ദേ, ഈ റയാന പറഞ്ഞ് ആരോടും പറയണ്ട, എല്ലാവരും കൂടെ ഇതുപോലെ ഒത്തുകൂടുമ്പോ പറഞ്ഞാൽ മതി. ഗൈസ്, ദാറ്റ് മീൻസ് നമ്മളിപ്പോ US ചേക്കേറാൻ പോവാണ്. Am I right? അപ്പൊ എങ്ങനെ, പാക്ക് ചെയ്യല്ലേ? യെസ്, ലെറ്റ്സ് ഗോ. വെൺപ്രാവുകൾ പാറുന്നൊരേ ആകാശമൗനങ്ങളിൽ പൊൻപൈനുകൾ കൈകോർക്കുമീ ഉല്ലാസതീരങ്ങളിൽ വരാനൊരുങ്ങുന്ന പൂക്കാലമേ വിലോലസായാന്ന സൗവർണമേ മനോമരാളങ്ങൾ നീന്തുന്നിതാ സരോവരങ്ങൾ തന്മോളങ്ങളിൽ പ്രണയാർദ്രമൊരു ഭാവസങ്കീർത്തനം ഹൃദയത്തിൽ ഉണരുന്നുവോ കണ്ണാടി വാതിൽ നീ തുറന്നുവോ അഞ്ചാറ് പൂക്കൾ നീ എറിഞ്ഞുവോ നെഞ്ചോട് ചേർത്ത് ഞാൻ ഉണർന്നു പോയി അരികെ നിന്നെ കണ്ടില്ല ഈ മഞ്ഞ കാലത്തിലെ കാന്തദാഹത്തിൽ ആളുന്നു തീയെന്ന പോ ഹേമന്തരാവിൻ്റെ ആഴത്തിൽ ഇന്നേതോ
നാളങ്ങളായെന്നിൽ നീ വെൺമുകിലേ